ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, പ്രൊജക്റ്റ് ക്രാഷിംഗ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. സോ സാധാരണ രീതിയിൽ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് പല ആസ്പിരൻസും ഇത് സ്കിപ്പ് ചെയ്ത് പോണ കാണാറുണ്ട്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. എങ്ങനെയാണ് പ്രൊജക്റ്റ് ക്രാഷിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ ക്രാഷിംഗ്? ക്രാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദി ഡ്യൂറേഷൻ ഓഫ് എ പ്രോജക്റ്റ് ബൈ അലോക്കേറ്റിംഗ് അഡീഷണൽ റിസോഴ്സസ് ടു ദി ആക്ടിവിറ്റീസിലേക്ക് അഡീഷണൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രാഷിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് വി ആർ കൺസ്ട്രക്റ്റിംഗ് എ ഹൗസ്. ഒരു 50 ഡേയ്സും കൊണ്ട് നമ്മൾ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. 50 ഡേയ്സ്. ഓക്കെ. സോ നമ്മളൊരു 30 എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 30 എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വിചാരിക്കാം. സപ്പോസ് നമ്മൾ എക്സ്ട്രാ ഒരു 20 എംപ്ലോയീസിനെയും കൂടി എംപ്ലോയ് ചെയ്യുകയാണ്. എക്സ്ട്രാ ഒരു 20 എംപ്ലോയീസിനെയും കൂടി നമ്മൾ നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. സോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ 50 ഡേയ്സ് എന്ന് പറയുന്നത് 50 ദിവസം കൊണ്ട് തീരേണ്ട വീട് പണി ചിലപ്പോൾ 40 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 30 ദിവസം കൊണ്ടോ തീരാം, അല്ലേ? കാരണം നമുക്ക് എക്സ്ട്രാ റിസോഴ്സസ് കിട്ടി, അല്ലേ? എക്സ്ട്രാ എംപ്ലോയീസിനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ, ആ പ്രൊജക്റ്റ് പെട്ടെന്ന് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റും. സോ ഇങ്ങനെ എക്സ്ട്രാ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രാഷിംഗ്. ഓക്കെ. നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് കുറച്ച് ഇതിൻ്റെ ക്രാഷിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ടേംസ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, കോസ്റ്റ് സ്ലോപ്പ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വേജ്, നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജ്, അത് ഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ് റെന്റ്. സോ ഈ ഡയറക്റ്റ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രാഷിംഗ് ഇൻക്രീസസ് ദി ഡയറക്റ്റ് കോസ്റ്റ്. ക്രാഷ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രാഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡയറക്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ ആ കേസിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചേ? നമുക്ക് 50 ദിവസം കൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കുന്നത്. 30 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എക്സ്ട്രാ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അലോക്കേറ്റ് ചെയ്തു. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ഓരോ എംപ്ലോയീസിനും നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് കൊടുക്കണം, അല്ലേ? സോ വേജ് എന്തായി? പേയ്മെന്റ് എന്തായി? ഇൻക്രീസ് ആയി. പ്രൊജക്റ്റ് ക്രാഷ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ പേയ്മെന്റ് എന്തായി? ഇൻക്രീസ് ആയി. കുറഞ്ഞ ഡ്യൂറേഷനിൽ നമ്മുടെ ഹൗസിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് അധികം വേജ് കൊടുക്കേണ്ടി വന്നു, ശരിയല്ലേ? സോ വേജ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്. ക്രാഷിംഗ് ഇൻക്രീസസ് ദി ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ. ക്രാഷ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. എക്സാമ്പിൾ, ഒരു വേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? വേജ് കൂടുന്നു, ഡയറക്റ്റ് കോസ്റ്റ് കൂടും. ഓക്കെ. ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളാണ് റെന്റ്. സപ്പോസ് നമ്മുടെ ഈ വീട് പണിക്ക് ഉപയോഗിക്കുന്ന പണി സാധനങ്ങൾ, ഓക്കെ, അതെല്ലാം നമ്മൾ വേറൊരു റൂം എടുത്തിട്ട് ആ റൂമിലാണ് സൂക്ഷിച്ചു വെക്കുകയെന്ന് വിചാരിക്കാം. സോ ഇനീഷ്യലി നമുക്ക് 50 ഡേയ്സിനുള്ള റെന്റ് കൊടുക്കേണ്ടി വരും. കാരണം 50 ദിവസം കൊണ്ടാണ് നമ്മളെ വീടിൻ്റെ പണി തീർക്കുന്നത്. എന്നാൽ നമ്മൾ പ്രൊജക്റ്റ് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തേക്കുള്ള റെന്റ് കൊടുത്താൽ മതി, അല്ലേ? ആ നമ്മുടെ ടൂൾസ് സൂക്ഷിച്ചു വെക്കുന്ന ആ റൂമിന് 30 ദിവസത്തെ റെന്റ് കൊടുത്താൽ മതി, ശരിയല്ലേ? സോ ചില കോസ്റ്റുകൾ എന്താണ്,
ക്രാഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയുള്ള കോസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം എന്താണ്? ക്രാഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ക്രാഷിംഗ് ഡിക്രീസസ് ദി ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഒരു എക്സാമ്പിൾ ആണ് റെന്റ്. ഇഷ്ടംമാതിരി ഉണ്ട്. ഒരു എക്സാമ്പിൾ ആണ് എന്ത്? റെന്റ്. സോ നിങ്ങൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞോളുക. എന്താണ്? ക്രാഷിംഗ് ഇൻക്രീസസ് ദി ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ക്രാഷിംഗ് ഡിക്രീസസ് ദി ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, നമ്മൾ ഈ വേജും റെന്റും വെച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വേജ് ആൻഡ് റെന്റ്. കുഴപ്പമില്ല. ഇനി നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ വേഴ്സസ് കോസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എക്സ് ആക്സിൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ആണ്, യൂണിറ്റ് ടൈമാണ്, വൈയിൽ കോസ്റ്റ് ആണ്. സോ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയും തോറും എന്താണ്? പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയും തോറും ഡയറക്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയും തോറും ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയും തോറും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയും തോറും ഇൻഡയറക്റ്റ് കോസ്റ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ടോട്ടൽ കോസ്റ്റിന് എന്ത് മാറ്റം ഉണ്ടാകും നോക്കിയേ. ടോട്ടൽ കോസ്റ്റ് ഇനീഷ്യലി അത് കുറയും. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയും തോറും ടോട്ടൽ കോസ്റ്റ് കുറയും. അത് അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എത്തും. ദെൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ഓക്കെ, ദെൻ ഇൻക്രീസ് ആവും. സോ ഇതാണ് എന്ത്? വേരിയേഷൻ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് അക്കോർഡിംഗ് ടു ദി ഡ്യൂറേഷൻ ഓഫ് എ പ്രൊജക്റ്റ്. ഓക്കെ, ജസ്റ്റ് ആ ഗ്രാഫിക്കലി അതിന്റെ വേരിയേഷൻ പറഞ്ഞു എന്നുള്ളൂ. നൗ നെക്സ്റ്റ് ടേം ആണ് കോസ്റ്റ് സ്ലോപ്പ്. കോസ്റ്റ് സ്ലോപ്പ്. കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മുടെ ഹൗസ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എടുക്കുകയെന്ന് വിചാരിക്കാം. ഹൗസ് കൺസ്ട്രക്ഷൻ. സോ അതിലുള്ളൊരു ആക്ടിവിറ്റിയാണ് പെയിന്റിങ്, അല്ലേ? പെയിന്റിങ്. അപ്പം നമുക്കൊരു വീട് പണിയണമെങ്കിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെയാണ് പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, അല്ലേ? അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മുടെ ഹൗസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? പെയിന്റിങ് എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ പെയിന്റിങ്ങിൻ്റെ വർക്ക് തീരുന്നത് 5 ദിവസം കൊണ്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, 5 ദിവസം കൊണ്ടാണ്. സോ 5 ദിവസം കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീരാൻ നമുക്ക് സപ്പോസ് 5,000 rupees മൊത്തം കോസ്റ്റ് ആവുമെന്ന് വിചാരിക്കാം. ഈ പെയിന്റിങ്ങിന്റെ ജോലി നമ്മൾ ക്രാഷ് ചെയ്യാന്ന് വിചാരിക്കാം. സപ്പോസ് നമ്മൾ 3 ദിവസം കൊണ്ട് തീർക്കാന്ന് വിചാരിക്കാം. 3 ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിക്കാം. സോ 3 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്ട്രാ വർക്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ നല്ല മെഷീൻസോ നല്ല ടൂൾസോ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. സോ 3 ദിവസം കൊണ്ട് നമ്മുടെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യാന്ന് വിചാരിക്കാം. സോ നമുക്ക് സപ്പോസ് ഒരു 6,000 rupees മുടക്കാം എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് ഈ പ്രൊജക്റ്റ് ക്രാഷ് ചെയ്തപ്പോൾ, ഈ ആക്ടിവിറ്റി ക്രാഷ് ചെയ്തപ്പോൾ എക്സ്ട്രാ എന്ത് ചെയ്തു? ഒരു 1,000 rupees എക്സ്ട്രാ വന്നു. സോ ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്രാഷ് കോസ്റ്റ്, അതായത് ഒരു ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ മുടക്കേണ്ടി വരുന്ന എമൗണ്ട് ആണെന്ന് ക്രാഷ് കോസ്റ്റ്. നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന 5,000 നോർമൽ ഡ്യൂറേഷനിൽ നമുക്ക് ആ പ്രൊജക്റ്റ് ആ ആക്ടിവിറ്റി ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് മുടക്കുക എന്നുള്ളതാണ് നോർമൽ കോസ്റ്റ്. നോർമൽ ടൈം എന്ന് പറയുന്നത് ഈ 5 ആണ്. ഇപ്പോൾ ഇവിടെ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ക്രാഷ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. സോ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പഠിച്ചോളണം. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ നമുക്ക് ലോ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറുണ്ട്. SSC, RRB പോലെയുള്ള ലോ ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഇക്വേഷൻ തന്നെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് കോസ്റ്റ് സ്ലോപ്പിന്റെ ആവശ്യം വരും. ഓക്കെ, സോ അത്രയാണ് അതിന്റെ ബേസിക് ടേംസ് എന്ന് പറയുന്നത്. നൗ നമ്മുടെ ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ എല്ലാവരും ഈ സെഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്നത്. എന്നാൽ വളരെ ഈസിയാണ്. നമ്മൾ ഒരു 1-2 എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സെഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പ്രൊസീജിയർ എന്താണെന്ന് പറയാം. ദെൻ നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ നടപ്പിലാക്കുന്നതെന്നും പറയും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡിറ്റർമൈൻ ദി നോർമൽ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം ആൻഡ് അസോസിയേറ്റഡ് ക്രിട്ടിക്കൽ പാത്ത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്തും കണ്ടുപിടിക്കുക. ഓക്കെ, പ്രൊജക്ട് കംപ്ലീഷൻ ടൈം ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദി ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് കമ്പ്യൂട്ട് ദി കോസ്റ്റ് സ്ലോപ്പ് ഫോർ ഈച്ച് ഓഫ് ദീസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് വിളിക്കുന്നവരാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അതുപോലെ തന്നെ ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓരോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ എല്ലാത്തിന്റെയും ഓരോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിന്റെയും കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ റെഡ്യൂസിങ് ദി ടോട്ടൽ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം ഐഡന്റിഫൈ ആൻഡ് ക്രാഷ് ആൻ ആക്ടിവിറ്റി ടൈം ഓൺ ദി ക്രിട്ടിക്കൽ പാത്ത് വിത്ത് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വാല്യൂ ടു ദി പോയിന്റ് വെയർ another path in the network becomes critical or the activity has been crashed to its lowest possible time. എന്താണ് നമ്മുടെ പ്രൊജക്ട് ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ചെയ്യുക. ഏത് ആക്ടിവിറ്റി? an activity on the critical path. ക്രിട്ടിക്കൽ പാത്തിലുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുക? ക്രാഷ് ചെയ്യുക, അതായത് അതിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക വിത്ത് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ്. ഏത് ആക്ടിവിറ്റിയാണ്? ക്രിട്ടിക്കൽ പാത്തിലുള്ള ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ക്രാഷ് ചെയ്യുക. ഓക്കെ, എന്തുമാത്രം വരെ, എത്രമാത്രം ക്രാഷ് ചെയ്യാൻ പറ്റും? ടു ദി പോയിന്റ് വെയർ അനദർ പാത്ത് ഇൻ ദി നെറ്റ്വർക്ക് ബിക്കംസ് ക്രിട്ടിക്കൽ. നെറ്റ്വർക്കിലെ മറ്റൊരു പാത്ത് ക്രിട്ടിക്കൽ ആകുന്നത് വരെ ക്രാഷ് ചെയ്യാം. ഓർ എന്താണ്? an activity has been crashed to its lowest possible time. ഒരു ആക്ടിവിറ്റി അതിന്റെ ലോവസ്റ്റ് പോസിബിൾ ടൈം ക്രാഷ് ആകുന്നവരെ ക്രാഷ് ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഒരു ആക്ടിവിറ്റി, സപ്പോസ് ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, അതിന്റെ മിനിമം ഡ്യൂറേഷൻ, അത് എന്തുമാത്രം റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്താലും 3 days എടുക്കും എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. ചില ആക്ടിവിറ്റീസ് അതിന്റെ മാക്സിമം ക്രാഷിംഗ് ലെവൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ഒന്നല്ലെങ്കിൽ അവിടം വരെ ക്രാഷ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പാത്ത്, നമ്മൾ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റിയാണ് ക്രാഷ് ചെയ്യുന്നത്. സോ വേറൊരു പാത്ത് ക്രിട്ടിക്കൽ ആകുന്നത് വരെ ക്രാഷ് ചെയ്യുക. വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഇപ്പൊ തിയറി എന്ന് പറയാണ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദി ക്രിട്ടിക്കൽ പാത്ത് അണ്ടർ ക്രാഷിംഗ് ഈസ് സ്റ്റിൽ ക്രിട്ടിക്കൽ റിട്ടേൺ ടു സ്റ്റെപ്പ് 3. നമ്മൾ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ നിലവിലെ ക്രിട്ടിക്കൽ പാത്ത് വീണ്ടും ക്രിട്ടിക്കൽ പാത്ത് തന്നെയാണ്, വേറെ പാത്ത് ഒന്നും ക്രിട്ടിക്കൽ ആയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3 റിപ്പീറ്റ് ചെയ്യുക. ഹൗവർ ഇഫ് ഡ്യൂ ടു ക്രാഷിംഗ് ഓഫ് ആൻ ആക്ടിവിറ്റി ടൈം ഇൻ സ്റ്റെപ്പ് 3 അതർ പാത്സ് ഇൻ ദി നെറ്റ്വർക്ക് ഓൾസോ ബിക്കംസ് ക്രിട്ടിക്കൽ then identify and crash the activities on the critical paths with the minimum joint cost slope. എന്താണ്? ഇനി നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്രാഷ് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാത്തും കൂടി ക്രിട്ടിക്കൽ ആവാന്ന് വിചാരിക്കുക. വേറെ ഏതെങ്കിലും പാത്തും കൂടി ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ക്രിട്ടിക്കൽ പാത്തിലും ഉള്ള ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഒരു കോമൺ ആക്ടിവിറ്റി, അല്ലെങ്കിൽ 2 ക്രിട്ടിക്കൽ പാത്തിനുള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. അതിന്റെ ജോയിന്റ് കോസ്റ്റ് സ്ലോപ്പ് മിനിമം ഏതാണോ ആ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യുക? ക്രാഷ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വ്യക്തത ഉണ്ടാവില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഡിറ്റർമൈൻ ദി ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് ചെയ്യാൻ പറ്റും കറസ്പോണ്ടിങ് ടു ദി പ്രൊജക്ട് ഡ്യൂറേഷൻ. സോ ഇങ്ങനെ ഒരു 5 സ്റ്റെപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2014 ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. എ പ്രൊജക്ട് ഡ്യൂറേഷൻ ഹാസ് 4 ആക്ടിവിറ്റീസ് PQRS. ഓക്കെ, ഒരു പ്രൊജക്റ്റിന് 4 ആക്ടിവിറ്റീസ് ഉണ്ട്. എനി പ്രോജക്റ്റ്, അപ്പോൾ ഇതൊരു ഹൗസ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ ബിൽഡിംഗ് പ്രോജക്റ്റ് ആവാം, എന്തെങ്കിലും ആവാം അല്ലേ. അതിന് 4 ആക്ടിവിറ്റീസ് ഉണ്ട്. ദി നോർമൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ഈസ് Rs 10,000. നോർമൽ കോസ്റ്റ് 10,000 rupees ആണ്. ഓക്കെ, അതായത് നോർമലി അത് എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്?
അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ആൻഡ് ദി ഓവർ ഹെഡ് കോസ്റ്റ് ഈസ് Rs 200 per day. ഓവർ ഹെഡ് കോസ്റ്റ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഓക്കെ, അത് നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റൊരു പേരാണ്. അതെന്താണ്? 200 per day ആണ്. അതായത് നോർമലി നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 10,000 rupees മുടക്ക് വരും. അത് കൂടാതെ തന്നെ പെർ ഡേ ഓവർ ഹെഡ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ 200 rupees കൂടി നമുക്ക് എക്സ്ട്രാ മുടക്ക് വരും. ഇഫ് ദി പ്രൊജക്ട് ഡ്യൂറേഷൻ ഹാസ് ടു ബി ക്രാഷ് ഡൗൺ ടു 9 days, പ്രൊജക്ട് ഡ്യൂറേഷൻ 9 ദിവസത്തേക്ക് ക്രാഷ് ചെയ്യണമെങ്കിൽ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് ഈസ് ഡാഷ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മുടെ പ്രൊസീജിയർ പ്രകാരം നമുക്ക് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ എന്താ തന്നിരിക്കുന്നത്? ആക്ടിവിറ്റീസ് PQRS 4 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അതിന്റെ ഡ്യൂറേഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ പ്രീ ഡിസിസർ തന്നിട്ടുണ്ട്, അതുപോലെ അതിന്റെ കോസ്റ്റ് സ്ലോപ്പും തന്നിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിന്റെയും കോസ്റ്റ് സ്ലോപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സംടൈംസ് ക്വസ്റ്റ്യനിൽ നമുക്ക് കോസ്റ്റ് സ്ലോപ്പ് തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. കോസ്റ്റ് സ്ലോപ്പിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഏതാണ്? ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. സോ ഈ 4 ക്വാണ്ടിറ്റീസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. കോസ്റ്റ് സ്ലോപ്പ് ചിലപ്പോൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കോസ്റ്റ് സ്ലോപ്പ് ഡയറക്റ്റ് തന്നേക്കുവാണ്. സോ നമുക്ക് അത്രയും എളുപ്പമായി. ഓക്കെ, നൗ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. സോ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ള ഡാറ്റാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. PQRS ആണ് 4 ആക്ടിവിറ്റീസ്. 4 ആക്ടിവിറ്റീസിന്റെ പ്രീ ഡിസിസറേഴ്സ് തന്നേക്കുവാണ് PPR. സോ ആക്ടിവിറ്റിയും അതിന്റെ പ്രീ ഡിസിസറും ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പോകണം. സോ ഫസ്റ്റ് ആക്ടിവിറ്റി P ആണ്. Pക്ക് എന്തില്ല? Pക്ക് പ്രീ ഡിസിസർ ഒന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് 1 എന്ന് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് P എന്ന് പറയുന്ന ആക്ടിവിറ്റി വരയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി Q ആണ്. Qന്റെ പ്രീ ഡിസിസർ ആരാണ്? P ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്യുക. 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? Q വരയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് R ആണ്. Rന്റെ പ്രീ ഡിസിസർ എന്ന് പറയുന്നത് P ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? R വരയ്ക്കാം. Rന്റെ പ്രീ ഡിസിസർ എന്ന് പറയുന്നത് P ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് R വരച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് S ആണ്. അതിന്റെ പ്രീ ഡിസിസർ എന്ന് പറയുന്നത് എന്താണ്? R ആണ് അല്ലേ? യെസ്, നമ്മളപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് S ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്യാം. 3ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? S വരയ്ക്കുകയാണ്. S. ദെൻ നമുക്ക് ഈ പറയുന്ന എസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ക്യൂവിൻ്റെയും എൻഡ് നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം? അത് രണ്ടും എന്ത് ചെയ്യാം? ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു നമ്പർ കൊടുക്കുക. എത്രയാണ്? 4. ഓക്കെ, സോ നമ്മൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം ഫസ്റ്റ് വരയ്ക്കുമ്പോൾ റഫായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ രീതിയിൽ വരും. നമ്മളൊന്ന് മാച്ചിട്ട് നേരെ വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നേരെ വരയ്ക്കുകയാണ്. ഇത് ആക്ടിവിറ്റി Q. സോ നമ്മൾ എന്ത് ചെയ്തു? നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ഇനി ഓരോ ആക്ടിവിറ്റിൻ്റെയും ഡ്യൂറേഷൻ ചെയ്താൽ Pയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 3 days ആണ്. P എന്ന് പറയുന്നത് 3 days ആണ്. അതുപോലെ Qന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 7 days ആണ്. Q 7 days ആണ്. ദെൻ Rന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 4 days. R 4 days. എസിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 5 days. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 days അല്ലേ? സോ ഓരോന്നിൻ്റെ ഡ്യൂറേഷൻ വരച്ചു. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അല്ലെ, പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമൈൻ ദി നോർമൽ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം. പ്രൊജക്ട് കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കുക. ആൻഡ് അസോസിയേറ്റഡ് ക്രിട്ടിക്കൽ പാത്തും കണ്ടുപിടിക്കുക. സോ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഓരോ ആക്ടിവിറ്റിൻ്റെയും ഡ്യൂറേഷൻ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. 3 + 7 എത്രയാണ്? 10. 3 + 4 7. 7 + 5 എത്രയാണ്? 12. സോ വാട്ട് ഈസ് ദി പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? 12 ആണ് അല്ലേ? നമ്മൾ ഓരോ പാത്തിൻ്റെയും ഡ്യൂറേഷൻ നോക്കുക. അതിൽ ലോങ്ങസ്റ്റ് പാത്ത് ഏതാണോ ആ പാത്തിന്റെ ഡ്യൂറേഷൻ ആയിരിക്കും പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് പാത്ത് ഏതാണോ ആ പാത്തായിരിക്കും എന്ത്? നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്.
സോ നമ്മുടെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്രയാണ്? 12 ആണ്. നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നതാണ് പി ആർ എസ് അല്ലേ? PRS ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല. യെസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കിയേ? ഐഡന്റിഫൈ ദി ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് കമ്പ്യൂട്ട് ദി കോസ്റ്റ് സ്ലോപ്പ് ഫോർ ഈച്ച് ഓഫ് ദീസ്. ഇതിന്റെ കോസ്റ്റ് സ്ലോപ്പ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കാണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കോസ്റ്റ് സ്ലോപ്പ്. നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? PRS ആണ്. PRS മൂന്നിന്റെയും കോസ്റ്റ് സ്ലോപ്പ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 500, 400 ആൻഡ് 200. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ സ്റ്റെപ്പ് 3 എന്താണ്? ഫോർ റെഡ്യൂസിങ് ദി ടോട്ടൽ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം, ഐഡന്റിഫൈ ആൻഡ് ക്രാഷ് ആൻഡ് ആക്ടിവിറ്റി ടൈം ഓൺ ദി ക്രിട്ടിക്കൽ പാത്ത് വിത്ത് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വാല്യൂ ടു ദി പോയിന്റ് വെയർ another path in the network becomes critical or the activity has been crashed to its lowest possible time. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റിയും അതിൻ്റെ ലോവസ്റ്റ് പോസിബിൾ ടൈം തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഓരോ ആക്ടിവിറ്റിക്കും മിനിമം ഇത്രയും ഡ്യൂറേഷൻ വേണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതിന് ലോവസ്റ്റ് ക്രാഷ് ടൈം ഇല്ല. എത്ര മാത്രം വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഈ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ വാലിഡ് അല്ല. എന്താണ്? ദി ആക്ടിവിറ്റി ഹാസ് ബീൻ ക്രാഷ് ടു ഇറ്റ്സ് ലോവസ്റ്റ് പോസിബിൾ ടൈം. ഇവിടെ അങ്ങനെ ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തുമാത്രം വേണമെങ്കിലും ക്രാഷ് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ചില ആക്ടിവിറ്റീസ് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ക്രാഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി 2 ദിവസം അല്ലെങ്കിൽ 2 months ഒക്കെയാണ് എന്ത് ചെയ്യാവുള്ളൂ? ഈ പറയുന്ന രീതിയിൽ ക്രാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനദർ പാത്ത് ക്രിട്ടിക്കൽ ആകുന്ന വരെ നമ്മൾ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യണം? ക്രാഷ് ചെയ്യണം. ഏത് ആക്ടിവിറ്റി? ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വാല്യൂ ഉള്ള ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി എവിടെ ഉള്ളതായിരിക്കണം? ക്രിട്ടിക്കൽ പാത്തിലുള്ളതായിരിക്കണം. ഓക്കെ, സോ ക്രിട്ടിക്കൽ പാത്തിലുള്ള ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുക? ക്രാഷ് ചെയ്യുക. അപ് ടു വാട്ട് പോയിന്റ് അനദർ പാത്ത് ബിക്കംസ് ക്രിട്ടിക്കൽ. എന്താന്ന് നോക്കാം. അതായത് നമുക്കിവിടെ 2 പാത്താണുള്ളത്. ഒന്ന് PRS, രണ്ടാമത്തെ പാത്താണ് PQ. ശരിയല്ലേ? PQ. നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് PRS ആണ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പുള്ള ആരാന്ന് നോക്കുക? PRS. ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പുള്ള ആരാണ്? S ആണ് അല്ലേ? എസിന്റെ എത്രയാണ്? 200 ആണ്. സോ നമ്മൾ ഫസ്റ്റ് ക്രാഷ് ചെയ്യേണ്ടത് ഈ S എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. S എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്രാഷ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നോർമൽ ഡ്യൂറേഷൻ എത്രയാണ് പ്രോജക്റ്റിന്റെ? 12 ആണ് അല്ലേ? ഈ പാത്തിന്റെ ഡ്യൂറേഷൻ 12 ആണ്. ഈ പാത്തിന്റെ ഡ്യൂറേഷൻ എത്രയാ? PQ 3 + 7 എത്രയാണ്? 10 ആണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്രിട്ടിക്കൽ പാത്തിലുള്ള ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള എസിനെ ക്രാഷ് ചെയ്യാണ്. നമുക്ക് എത്ര ദിവസത്തേക്കാണ് ഈ പ്രോജക്റ്റ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? 9 ഡേയ്സിലേക്കാണ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഈ S എന്ന് പറയുന്ന ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാൻ പോവാണ്. എസിന്റെ ഫസ്റ്റ് നിലവിലുള്ള ഡ്യൂറേഷൻ എത്രയാണ്? 5 ആണ്. 5 days ആണ് അല്ലേ? 5 days ആണ് അല്ലേ? 5 days ആണ്. ഞാനത് 4 day ആക്കുവാണ്. ഓക്കെ, 4 day ആക്കി. അപ്പോൾ ഈ പ്രൊജക്ട് ഡ്യൂറേഷൻ എന്താവും? ഇത് 4 day ആക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൊജക്ട് ഡ്യൂറേഷൻ എന്താവും? 11 day ആവും. ശരിയല്ലേ? സോ വേറെ ഈ പാത്ത് സ്റ്റിൽ ക്രിട്ടിക്കലാണ് അല്ലേ? നോക്കിയേ, ഈ പാത്ത് എന്ന് പറയുന്നത് 11 days ആണ്. മറ്റേ പാത്ത് എന്ന് പറയുന്നത് 10 days ആണ്. സോ ഈ പാത്ത് ഇപ്പോഴും എന്താ? ക്രിട്ടിക്കൽ പാത്ത് തന്നെയാണ്. ഇതാണ് എന്ത്? ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള പാത്ത് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കുറയ്ക്കുകയാണ്. S എന്ന് പറയുന്ന ആക്ടിവിറ്റിനെ ഞാൻ വീണ്ടും കുറയ്ക്കുകയാണ്. എത്രയാക്കി? 3 days ആക്കി. ഓക്കെ, 3 days ആക്കി. അപ്പോൾ ഈ പാത്ത് എന്തായി? ഈ പാത്തിന്റെ ഡ്യൂറേഷൻ എന്തായി? 10 ആയി അല്ലേ? ഈ പാത്തിന്റെ ഡ്യൂറേഷൻ 10 ആയി. ഇപ്പൊ എന്നെ സംഭവിച്ചു? 2 പാത്തും ക്രിട്ടിക്കലായി. അതായത് PQ എന്ന് പറയുന്ന പാത്തും ക്രിട്ടിക്കലാണ്, അതിനെ PRS എന്ന് പറയുന്ന പാത്തും എന്താണ്? ക്രിട്ടിക്കലാണ്. ഓക്കെ ആണല്ലോ? ശരിയല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ക്രാഷ് ചെയ്യണം. ഓക്കെ, എപ്പോൾ വരെ? വേറൊരു പാത്ത് ക്രിട്ടിക്കൽ ആകുന്നത് വരെ. സോ നമുക്ക് നോക്കിയപ്പോൾ ക്രിട്ടിക്കൽ പാത്തിലുള്ള S എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിക്കാണ് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വാല്യൂ. സോ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രാഷ് ചെയ്യാണ്. ക്രാഷ് ചെയ്ത് ഒരു ദിവസം ക്രാഷ് ചെയ്തു. അപ്പോൾ എന്താണ്? സ്റ്റിൽ അത് ക്രിട്ടിക്കലാണ്. 2 ദിവസം ക്രാഷ് ചെയ്തു. ഇപ്പോൾ എന്തായത്? 2
പാത്തും എന്തായി ക്രിട്ടിക്കലായി. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലോ. സോ അത്ര നമ്മൾ അത്രയും കഴിയും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 4 എന്താന്ന് നോക്കിയേ. ഇഫ് ദി ക്രിട്ടിക്കൽ പാത്ത് അണ്ടർ ക്രാഷിംഗ് ഈസ് സ്റ്റിൽ ക്രിട്ടിക്കൽ റിട്ടേൺ ടു സ്റ്റെപ്പ് 3. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് നമ്മൾ ഒരു ദിവസം ക്രാഷ് ചെയ്തു, ഇവിടെ 5 എന്ന് പറയുന്നത് 4 ആക്കി എന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കിയാൽ ക്രിട്ടിക്കൽ പാത്ത് എന്താണ്? സ്റ്റിൽ ക്രിട്ടിക്കൽ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ക്രാഷിംഗ് ചെയ്യുക, സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ however if due to the crashing of an activity in step 3 other paths in the network also become critical. നമ്മൾ ക്രാഷ് ചെയ്യുമ്പോൾ മറ്റേ പാത്തും കൂടി ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ then identify and crash the activities on the critical paths with minimum joint co-slope. നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ജോയിന്റ് കോസ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റീസ് ഏതാന്ന് നോക്കിയിട്ട്, രണ്ട് പാത്തിലെയും ജോയിന്റ് കോസ്ലോപ്പ് മിനിമം ഉള്ള ആക്ടിവിറ്റി ഏതാന്ന് നോക്കിയിട്ട് അതിന് ക്രാഷ് ചെയ്യണം. ഓക്കെ, പ്രോബ്ലം ചെയ്യാം, എന്താണെന്ന് മനസ്സിലാവും. അതായത് നോക്കിയേ, നിലവിൽ PRS എന്ന് പറയുന്ന ആ പാത്തും PQ എന്ന് പറയുന്ന പാത്തും ക്രിട്ടിക്കലായി അല്ലേ? രണ്ടിൻ്റെയും ഡ്യൂറേഷൻ എന്താണ്? 10 days ആണ്. സോ ഈ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ നമ്മൾ 9 ഡേയ്സിലേക്ക് കുറയ്ക്കാനാണ് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. സോ 9 ഡേയ്സിലേക്ക് കുറയ്ക്കണമെങ്കിൽ എന്താണ്? നമ്മൾ ഈ PRSലെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം കുറയ്ക്കണം. അതുപോലെ തന്നെ PQയിലെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ടൈം എന്ത് ചെയ്യണം? ഒരു ദിവസം കുറയ്ക്കണം. രണ്ടും ഒരു ദിവസം കുറയ്ക്കണം. എന്നാലും എന്താവുള്ളൂ? പ്രൊജക്ട് ഡ്യൂറേഷൻ 9 ഡേയ്സിലേക്ക് ചുരുങ്ങുള്ളൂ. കാരണം രണ്ടും ക്രിട്ടിക്കലാണ് ഇപ്പം നിലവിൽ അല്ലേ? സോ രണ്ട് പാത്ത് ഇതിന് ക്രിട്ടിക്കലായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്ന് നോക്കുക. നോക്കിയേ, PRS എന്ന് പറയുന്ന ആ പാത്തിലുള്ള ആക്ടിവിറ്റി കോമൺ ആക്ടിവിറ്റിയാണ് P. അതുപോലെ തന്നെ PQയിലുള്ളതാണ് എന്ത്? P. സോ കോമൺ ആക്ടിവിറ്റി ഏതാണ്? കോമൺ ആക്ടിവിറ്റി P ആണ് അല്ലേ? P. സോ P. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി കോമൺ ആക്ടിവിറ്റി എന്ന് പറയുന്നത് P ആണ്. അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കി. അതിന്റെ കോസ്ലോപ്പ് 400 ആണ്, സോറി 500 ആണ് അല്ലേ? 500. Pയുടെ കോസ്ലോപ്പ് എന്ന് പറയുന്നത് 500 ആണ്. ദാറ്റ് മീൻസ് P ഒരു ദിവസം കുറയ്ക്കണമെങ്കിൽ എന്താണ്? 500 രൂപ മുടക്കാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് നോക്കുക. ഏറ്റവും മിനിമം കോസ്റ്റ് ഉള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ എന്ന് പറയുന്നത് 100 rupees ആണ്. ക്യൂ ഒരു ദിവസം ക്രാഷ് ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ മുടക്ക് വരുന്നത് 100 rupees ആണ്. അതാണ് കോസ്റ്റ് ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും മിനിമം ഉള്ളത് S ആണ്. എസിന് എത്രയാണ്? 200 ആണ് അല്ലേ? ക്യൂവിൻ്റെ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. എസിൻ്റെ എത്രയാണ്? 200 ആണ്. ശരിയല്ലേ? ക്യൂവിൻ്റെ 100 ആൻഡ് എസിൻ്റെ 200. സോ ജോയിന്റ് കോസ്ലോപ്പ് ക്യൂവിൻ്റെയും എസിൻ്റെയും കൂടി ജോയിന്റ് കോസ്ലോപ്പ് എത്രയാണ്? 300 ആണ്. ഓക്കെ, Pൻ്റെ കോസ്ലോപ്പ് എന്ന് പറയുന്നത് 500 ആണ്. സോ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിൽ P ക്രാഷ് ചെയ്യാം, ആക്ടിവിറ്റി P മാത്രം ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ട് ഡ്യൂറേഷൻ കുറഞ്ഞോളും. കാരണം എന്താ? ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. സോ ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പാത്തിന്റെ ഡ്യൂറേഷനും ഈ പാത്തിന്റെ ഡ്യൂറേഷനും കുറയും. പക്ഷേ Pയുടെ കോസ്ലോപ്പ് എത്രയാണ്? 500 ആണ്. P ഒരു ദിവസം ക്രാഷ് ചെയ്യണമെങ്കിൽ 500 rupees മുടക്കുന്നുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് നോക്കി, അതായത് ഒന്നാമത്തെ പാത്തിലുള്ള PRSലുള്ള എസിന്റെ കോസ്ലോപ്പ് എന്ന് പറയുന്നത് 200 ആണ്. അതുപോലെ ക്യൂവിന്റെ കോസ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. PQയിലെ ക്യൂവിന്റെ കോസ്ലോപ്പ് എന്ന് പറയുന്നത് 100 ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്താലും 300 ആണ്. ജോയിന്റ് കോസ്ലോപ്പ് എന്ന് പറയുന്നത് 300 ആണ്. അതായത് ഈ ക്യൂവും എസും ഒരു ദിവസം കുറച്ച് കഴിഞ്ഞാൽ, ക്യൂ ഒരു ദിവസം കുറയ്ക്കുകയാണ്, എസ് ഒരു ദിവസം കുറയ്ക്കുകയാണ്, നമുക്ക് എത്ര രൂപയാണ് എക്സ്ട്രാ മുടക്ക് വരുള്ളൂ? 300 rupees മുടക്ക് വരുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു ദിവസം കൂടി കുറയ്ക്കാം. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി നിലവിൽ എത്രയാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? 7 days ആണ് അല്ലേ? 7 days ആണ്. അത് നമ്മൾ എന്താക്കുക? 6 days ആക്കാം. ഓക്കെ, ഒരു ദിവസം കുറച്ചു. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന PQവിന്റെ ഡ്യൂറേഷൻ എന്തായി? 9 daysലേക്ക് ചുരുങ്ങി. ശരിയല്ലേ? അതുപോലെ നമ്മുടെ എസ് നമ്മൾ നിലവിൽ 3 days ആണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് വീണ്ടും എന്ത് ചെയ്യുക? ഒരു ദിവസം കൂടി എന്ത് ചെയ്യുക? ചുരുക്കുക, 2 days ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ PRSന്റെ ഡ്യൂറേഷൻ എന്താണ്? 9 days ആവും. ഓക്കെ, 9 days ആവും. സോ നമ്മൾ എന്ത് ചെയ്തു? ക്യൂവും എസും എന്ത് ചെയ്തു? വീണ്ടും ഒരു ദിവസം ചുരുക്കി. സോ നമ്മുടെ പ്രൊജക്ട് ഡ്യൂറേഷൻ 9 days ആയി. 9 days അല്ലേ? 9 days. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ട് കോസ്റ്റ് കണ്ടെത്തുക. ഓക്കെ,
സോ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയേ, വാട്ട് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് അല്ലേ. 9 ഡേയ്സിലേക്ക് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് എത്രയാ, അതായത് ക്രാഷ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ 10,000 റുപ്പീസ് നോർമലി മുടക്ക് വരും. ഓക്കെ, സോ അത് അവിടെ എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മുടക്കുണ്ട്. സോ 10,000 റുപ്പീസ്. ഓക്കെ, ദെൻ ഓവർ ഹെഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എത്രയാണ്, 200 പെർ ഡേ ആണ് അല്ലേ. ഒരു ദിവസം 200 രൂപ ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ട്. സോ നമ്മൾ എത്ര ദിവസത്തേക്കായിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ ചുരുക്കി, 9 ഡേയ്സ് ആയിട്ട് ചുരുക്കി. അപ്പം 9 × 200 നമ്മുടെ ഓവർ ഹെഡ് കോസ്റ്റ് കുറഞ്ഞു. ആദ്യം 12 ഡേയ്സ് ഉണ്ടായിരുന്നു, 12 ഡേയ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 9 ഡേയ്സ് ഉള്ളൂ. സോ 9 × 200. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ക്രാഷ് ചെയ്തില്ലേ, അതിൻ്റെ കോസ്റ്റും കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഏതൊക്കെ ആക്ടിവിറ്റിയാണ് നമ്മൾ ക്രാഷ് ചെയ്തെന്ന് നോക്കിയേ. എസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി അത് ഇനീഷ്യലി 5 ഡേയ്സ് ആയിരുന്നു അല്ലേ, അതിന് നമ്മൾ 2 ഡേയ്സിലേക്ക് എന്ത് ചെയ്തു, ക്രാഷ് ചെയ്തു. അപ്പോൾ എത്ര ദിവസം ക്രാഷ് ചെയ്തു, 3 ദിവസം നമ്മൾ ക്രാഷ് ചെയ്തു. ഈ എസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു ദിവസം ക്രാഷ് ചെയ്യാൻ എത്ര മുടക്ക് വരും നോക്കിയേ. എസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു ദിവസം ക്രാഷ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് എഴുതിയേക്കണത്. ഈ കോസ്റ്റ് ലോപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് മീൻ ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റി ഒരു ദിവസം ക്രാഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് 200. നമ്മൾ 3 ദിവസം ക്രാഷ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 × 200 ആഡ് ചെയ്യണം അല്ലേ. ദെൻ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാഷ് ചെയ്തിട്ടുണ്ട്. സോ ക്യൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു ദിവസം നമ്മൾ ക്രാഷ് ചെയ്യുന്നതിന് നമുക്ക് 100 റുപ്പീസ് മുടക്കുന്നുണ്ട്. സോ 1 × 100 പ്ലസ് 1 × 100. സോ ചെയ്യുമ്പോൾ എത്ര വരും നോക്കാം, 10,000 പ്ലസ് 1,800 പ്ലസ് 600 പ്ലസ് 100. സോ എത്ര വരും, 10,000 പ്ലസ് 1,800 പ്ലസ് 600 2,400 2,500. സോ 12,500 റുപ്പീസ് കിട്ടും. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് എത്രയാണ്, 12,500 ആണ്. ഓക്കെ, സപ്പോസ് നമ്മുടെ ക്രാഷ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ പ്രൊജക്ട് 12 ദിവസം കൊണ്ട് തീർക്കുന്നു വിചാരിക്കുക. സോ നമ്മുടെ പ്രൊജക്ടിന്റെ കോസ്റ്റ് എത്ര വരും, അപ്പം നോക്കിയേ, 12 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 10,000 റുപ്പീസ് ആണ് അല്ലേ, 10,000 റുപ്പീസ്. ദെൻ 12 ദിവസത്തെ ഓവർ ഹെഡ് കോസ്റ്റ് 12 × 200. സോ എത്ര വരും, 10,000 പ്ലസ് 12 × 200 എത്രയാണ്, 2,400. 12,400 എന്ന് വരും അല്ലേ, 12,400. ക്രാഷ് ചെയ്തപ്പോൾ 12,500 ആയി. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രൊജക്ട് ക്രാഷിങ്ങിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഒന്നുകൂടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ പ്രൊസീജിയർ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന നേരത്തെ പ്രൊസീജിയർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ആ ഫ്ലോയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക. ദെൻ നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കുക, ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് നോക്കുക. ദെൻ ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ അല്ലാത്ത പാത്തും എടുത്ത് എഴുതാം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ലോപ്പ് ഏതാണെന്ന് നോക്കുക. നിലവിൽ ക്രിട്ടിക്കൽ പാത്തിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ലോപ്പ് ഉള്ളത് എസ് ആണ്. എസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ക്രാഷ് ചെയ്യുക. എത്ര വരെ, മറ്റൊരു പാത്ത് ക്രിട്ടിക്കൽ ആവുന്നവരെ. സോ നമ്മൾ എസിന്റെ ഡ്യൂറേഷൻ 5 ഡേയ്സ് ആണ്, നമ്മൾ ഫസ്റ്റ് 4 ഡേയ്സ് ആക്കി, ദെൻ 3 ഡേയ്സ് ആക്കി. അപ്പോൾ എന്തായി, പ്രൊജക്ട് ഡ്യൂറേഷൻ ഇനീഷ്യലി 12 ഡേയ്സ് ആയിരുന്നു, അത് 11 ഡേയ്സ് ആയി, ദെൻ 10 ഡേയ്സ് ആയി. ഓക്കെ, 10 ഡേയ്സ് ആയപ്പോൾ എന്തായി, മറ്റേ പാത്തും എന്തായി, ക്രിട്ടിക്കലായി. മറ്റേ പാത്തിന്റെയും ഡ്യൂറേഷൻ എത്രയാണ്, 10 ഡേയ്സ് ആണ്. സോ ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 2 പാത്തും ക്രാഷ് ചെയ്യണം. 2 പാത്തും ക്രാഷ് ചെയ്യാൻ വേണ്ടി ഒന്നല്ലേ നമുക്ക് ഈ കോമൺ ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാം, അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് ലോപ്പ് ഉള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് നമുക്ക് ക്രാഷ് ചെയ്യാം. സോ കോമൺ ആക്ടിവിറ്റീൻ്റെ ക്രാഷ് കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് ലോപ്പ് എത്രയാണ്, 500 ആണ്. കോമൺ ആക്ടിവിറ്റി ഒരു ദിവസം നമ്മൾ ക്രാഷ് ചെയ്യണമെങ്കിൽ 500 റുപ്പീസ് കൊടുക്കേണ്ടി വരും. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ഈ 2 പാത്തിലുള്ള നമ്മൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ലോപ്പ് ഉള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്തു, ക്യൂവും എസും. ക്യൂ ഒരു ദിവസം നമ്മൾ ക്രാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് 100 റുപ്പീസ് മുടക്ക് വരും. എസ് ഒരു ദിവസം ക്രാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് 200 റുപ്പീസ് ആണ് മുടക്ക് വരുന്നത്. സോ രണ്ടും കൂടി ഒരു ദിവസം ക്രാഷ് ചെയ്യാൻ നമുക്ക് 300 റുപ്പീസ് ആണ് മുടക്ക് വരുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യൂ ആൻഡ് എസ് ജോയിന്റ് കോസ്റ്റ് ലോപ്പ് മിനിമം ആയിട്ടുള്ള ക്യൂവും എസും എന്ത് ചെയ്യും, നമ്മൾ ക്രാഷ് ചെയ്യാൻ പോകണം. നമുക്ക് എത്ര ദിവസത്തേക്കാണ് ക്രാഷ് ചെയ്യേണ്ടത്, 9 ഡേയ്സിലേക്ക് ക്രാഷ് ചെയ്യണം. സോ നമ്മൾ എസ് വീണ്ടും ഒരു ദിവസം ക്രാഷ് ചെയ്തു, ക്യൂ എന്ന് പറയുന്നത് വീണ്ടും ഒരു ദിവസം ക്രാഷ് ചെയ്തു. സോ നമ്മുടെ പ്രൊജക്ട് ഡ്യൂറേഷൻ 9 ഡേയ്സ് ആയിട്ട് ചുരുങ്ങി. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് കോസ്റ്റ് പെർ ഡേ എത്രയാ, 200 ആണ്.
നമുക്ക് 9 ഡേയ്സിലേക്ക് നമ്മുടെ പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ ചുരുക്കിയതുകൊണ്ട് 9 × 200 പ്ലസ് നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും ക്രാഷ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ആയത് എത്രയാണ്? നമ്മുടെ എസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി 3 ഡേയ്സ് നമ്മൾ ക്രാഷ് ചെയ്തു, സോ 3 × 200. ദെൻ ക്യൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മൾ ഒരു ദിവസം ക്രാഷ് ചെയ്തു, സോ 1 × 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12,500 rupees കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രൊജക്ട് ക്രാഷിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.